നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ MP അബ്ദുസ്സമദ് സമദാനിയും മത്സരിക്കും. രണ്ട് സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം ഇത്തവണ കൂട്ടുമെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് MLA. പ്രചാരണം തുടങ്ങി മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫ് EMSന്റെ ജന്മഗൃഹമായ ഏലംകുളം മനയിലും കട്ടുപ്പാറ സൈതാലി മന്ദിരവും സന്ദർശിച്ചു. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് വസീഫ്. പാലക്കാട് പിടിക്കാൻ LDF സ്ഥാനാർത്ഥി A വിജയരാഘവനും എത്തി. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇത്തവണ LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് A വിജയരാഘവൻ. പാലക്കാട്ടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് വേദികളിൽ ചർച്ചയാക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് വനിതാ വോട്ടർമാരാകുമെന്ന മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ. കോൺഗ്രസും BJPയും ഒരേ നാണയത്തിന്റെ വശങ്ങളെന്നും KS സലീഖ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ക്രമക്കേടും തട്ടിപ്പും ആരോപിച്ച് BJP രംഗത്ത്. പദ്ധതി നടപ്പാക്കുന്നത് പാർട്ടി താൽപര്യം നോക്കി. സമീപ പഞ്ചായത്തായ കടമ്പഴിപ്പുറത്തും സമാന പ്രശ്നമുണ്ടെന്നും BJP നേതാക്കൾ. ചെർപ്പളശ്ശേരി കോട്ടക്കുന്നിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് കുന്നിൻ പ്രദേശം അഗ്നിക്കിരയായി. തീയണച്ചത് നാട്ടുകാരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ MP അബ്ദുസ്സമദ് സമദാനിയും മത്സരിക്കും. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ 2 സീറ്റിലും തമിഴ്നാട്ടിൽ 1 സീറ്റിലുമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കേരളത്തിൽ സിറ്റിംഗ് MPമാർ പരസ്പരം മണ്ഡലം മാറി മത്സരിക്കും. ഇതുപ്രകാരം മലപ്പുറം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കും. പൊന്നാനിയിൽ MP അബ്ദുസ്സമദ് സമദാനിയും മത്സരിക്കും. തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണ് ലീഗ് മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലം. നവാസ് ഖനി ഇവിടെ സ്ഥാനാർത്ഥിയാകും. DMKയുമായി ചേർന്നാണ് തമിഴ്നാട്ടിൽ ലീഗ് മത്സരിക്കുക. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി V വസീഫ് പറഞ്ഞു. ഇന്നത്തെ വലതുപക്ഷക്കാർ രാഷ്ട്രീയ നിലപാടില്ലാത്തവരാണ് എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമെന്ന് വസീഫ് പറഞ്ഞു. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിലെ സന്ദർശനത്തിനിടെ മലബാർ സിറ്റി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു വസീഫ്. മലപ്പുറം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു V വസീഫിന്റെ ആദ്യ സന്ദർശനം. ബുധനാഴ്ച രാവിലെ 8 മണിയോടെ ചെറുകാട് കോർണറിൽ നിന്നായിരുന്നു പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ സന്ദർശന പരിപാടിയുടെ തുടക്കം. കട്ടുപ്പാറ സൈതാലി മന്ദിരവും EMSന്റെ ജന്മഗൃഹമായ ഏലംകുളം മനയും വസീഫ് സന്ദർശിച്ചു. മുതുകുർശിയിലും ആനമങ്ങാടും എത്തിയ വസീഫ് പ്രവർത്തകരെ കണ്ടു. ഏവരും അംഗീകരിക്കുന്ന പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളുടെ പാനലാണ് CPM അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് V വസീഫ് പറഞ്ഞു. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷത്തിന് മാത്രമേ ഈ നിലപാട് ഉറപ്പാക്കാനാവൂ. വലതുപക്ഷക്കാരുടെ രാഷ്ട്രീയ നിലപാടില്ലാത്ത അവസ്ഥ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തമാണ്. മതനിരപേക്ഷ വിശ്വാസികൾക്ക് ധൈര്യത്തോടെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കാമെന്നും വസീഫ് പറഞ്ഞു. ചെറുപ്പക്കാരുണ്ട് പാനലിൽ, യുവജനങ്ങളുണ്ട്, അതുപോലെ തന്നെ അനുഭവ സമ്പത്തുള്ള ഞങ്ങളുടെ മുതിർന്ന സഖാക്കളുണ്ട്. അങ്ങനെ ഒരു ഒന്നിച്ച് എല്ലാവരും കൂടിയുള്ള ഒരു പാനലാണ്. എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന ഒരു പാനലാണ്. എല്ലാ വിഭാഗങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന പാനലാണ് CPMഉം ഇടതുപക്ഷവും ഒക്കെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സംഘപരിവാരത്തിനെതിരെയുള്ള പോരാട്ടം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നും നമ്മൾ കേൾക്കുന്ന വാർത്ത കോൺഗ്രസിൻ്റെ MLAമാർ BJPയുടെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. MLAമാരാണ് വോട്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലപാടില്ലാത്ത രാഷ്ട്രീയമില്ലാത്തവരാണ് ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൂടെയുള്ളത്. അതിനെതിരെ ഗ്യാരണ്ടിയോടുകൂടി ഈ മതനിരപേക്ഷ വിശ്വാസികൾക്ക് ധൈര്യത്തോടുകൂടി കൂടെ നിൽക്കാൻ പറ്റുന്ന പ്രസ്ഥാനം ഇടതുപക്ഷമാണ് എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് തന്നെയാണ് ഈ മലപ്പുറത്ത് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്. വലിയ അട്ടിമറി ഉണ്ടാകും, വലിയ വിജയമുണ്ടാകും മലപ്പുറത്ത്, ഒരു തർക്കമില്ല. വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ തന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും വസീഫ് പറഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണോ അവർക്കൊക്കെ സമീപിക്കാൻ പറ്റുന്നത്, ഒരു പഞ്ചായത്ത് മെമ്പറോട് എങ്ങനെ സമീപിക്കാൻ പറ്റുമോ അതുപോലെ ഒരു MPയെ അവർക്ക് കാണാൻ പറ്റും. ഒരു MPയുടെ സാന്നിധ്യം അവർക്കുണ്ടാകും, അവരോടൊപ്പം ഉണ്ടാകും. സന്ദർശന കേന്ദ്രങ്ങളിൽ കൂടി നിന്നവരോടൊപ്പം സെൽഫി എടുത്തും വോട്ട് അഭ്യർത്ഥിച്ചും സ്ഥാനാർത്ഥി അടുത്ത കേന്ദ്രത്തിലേക്ക് നീങ്ങി.
CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ, ഏരിയ സെക്രട്ടറി ഇ രാജേഷ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ് തുടങ്ങിയ നേതാക്കൾ കൂടെയുണ്ടായിരുന്നു. പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിലെയും താഴെക്കോട്ടയും സന്ദർശനം കഴിഞ്ഞാണ് വസീഫ് മടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിലും ഇത്തവണ LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം പാലക്കാട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. പാലക്കാട്ടെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് വേദികളിൽ ചർച്ച ചെയ്യും. രാജ്യത്തെ നിലവിലെ സാഹചര്യം മനസ്സിലാക്കി ജനങ്ങൾ ഇടതുപക്ഷത്തെ ചേർത്തു നിർത്തുമെന്നും അദ്ദേഹം പാലക്കാട് പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും പ്രശ്നത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യന്റെ താല്പര്യ സംരക്ഷണത്തിൽ ഭരണകൂടം വരുത്തിയ വീഴ്ചകളെ തിരുത്താൻ ജനങ്ങളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരുടെ പ്രതിനിധി എന്നുള്ളവരെ ഞാൻ എന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിനോട് 100% ആത്മാർത്ഥതയോടുള്ള ഒരു പ്രവർത്തനം നടത്താൻ പരിശ്രമിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായി കൂടുതൽ നമ്മൾ കണ്ടുമുട്ടാനാവും. വിശദമായ സംസാരം നമുക്ക് ആ സന്ദർഭത്തിൽ നടത്താൻ സാധിക്കും. കേരളത്തിൽ 20 സീറ്റിലും ഇടതുമുന്നണി ജയിക്കുമെന്നാണ് പറയുന്നത് അല്ലെ? തീർച്ചയായും അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴെത്തോ കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം അതിന്റെ ഒരു സൂചനയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ തുടർച്ചയുണ്ടായ അനുഭവം നമുക്ക് കഴിയും. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും മുഴുവൻ സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന പ്രതീക്ഷ ആ നിലയിൽ വെറുതെ പറയുന്നില്ല, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രചരണം. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണങ്ങൾ ശക്തമാക്കണമെന്നും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA ആനമങ്ങാട് മണലായയിൽ നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ജില്ലയിൽ 10,000 കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാനാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. പഞ്ചായത്തുകൾ തോറും പദയാത്രകൾ സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിഷയങ്ങൾ തന്നെയാണ് മുഖ്യമായും മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗ് പ്രചരണ പരിപാടികൾ ശക്തമാക്കുമെന്നും ആനമങ്ങാട് മണലായയിൽ നടന്ന മുസ്ലിം ലീഗ് പൊതുയോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA സൂചിപ്പിച്ചു. നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് പെരിന്തൽമണ്ണ ഉണ്ടാക്കണം. എപ്പോഴും ചാഞ്ചാട്ടമുള്ള ഒരു നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ ഭൂരിപക്ഷം നമുക്കറിയാം. ഇപ്പൊ ഹൈക്കോടതിയിൽ കേസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേസൊക്കെ നമുക്ക് അനുകൂലമായി മറുപടി സംശയമല്ല. അതല്ല, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മൃഗീയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അതിനുള്ള ഒരു നല്ല പ്രവർത്തനം നിയമസഭാ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്ത് UDFന്റെ ഭാഗത്തുണ്ടാവണം. അതാണ് ഈ സന്ദർഭത്തിൽ, അതാണ് തങ്ങളും അവസാനമായി നിങ്ങളൊക്കെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ മുഖം തുറന്നു കഴിഞ്ഞു. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഓരോ കാര്യങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പദയാത്രകൾ എല്ലാ ജില്ലയിലും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ദിവസം നടത്താൻ തീരുമാനിച്ചത്. പുതിയ വോട്ടർമാരെ ചേർക്കാനും ജാഗ്രതയോടെ പ്രവർത്തിക്കാനും വാർഡ് പഞ്ചായത്ത് തലങ്ങളിലെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വോട്ട് നമ്മൾ ചെയ്യുന്നത് കേവലം ഭൂരിപക്ഷത്തിന്റെ എണ്ണം കൂട്ടാനല്ല, ഞാനും നിങ്ങളും മോദിയോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ്. നിങ്ങളെ കുട്ടികൾക്കും അവസരം വേണ്ടേ? നമ്മളെ വീട്ടിലെ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കും അവസരം വേണ്ടേ? അതിനാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് വോട്ടർ പട്ടിക നന്നായി പഠിക്കണം. ഓരോ ബൂത്ത് തിരിച്ചും അതിനുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടക്കണം. ഏതെങ്കിലും വീട്ടിലൊരു കുട്ടി ഇനിയും വോട്ട് ചേർക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരണം. അവരുടെ വോട്ട് ഉറപ്പാക്കണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് വനിതാ വോട്ടർമാരാകുമെന്ന് മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം K. സലീക. ഇടത് മഹിളാ ഫെഡറേഷൻ ഷൊർണൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ചെർപ്പളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥമാണ് ഇടത് മഹിളാ ഫെഡറേഷൻ ഷൊർണൂർ മണ്ഡലം കൺവെൻഷൻ ചെറുപ്പശ്ശേരിയിൽ ചേർന്നത്.
ഒരേ നയങ്ങൾ പിന്തുടരുന്ന പാർട്ടിയാണ് കോൺഗ്രസും BJPയും എന്നും കോൺഗ്രസിൽ നിന്നും ജയിച്ചു വരുന്നവർ ഓരോരുത്തരായി BJPയിൽ ചേക്കേറുകയാണെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ആരെ വിജയിപ്പിക്കണമെന്ന് വനിതാ വോട്ടർമാർ വിചാരിച്ചാൽ തീരുമാനിക്കാൻ കഴിയുമെന്നും KS സലീഖ പറഞ്ഞു. ഒട്ടേറെ MLAമാരും MP മാരും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി. ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും കോൺഗ്രസിന്റെ MLAമാർ ജയിച്ചു വന്നാൽ, അവർ MP മാരായി വന്നാൽ അവർ BJPയിലേക്ക് പോകില്ല എന്നതിന് എന്ത് ഗ്യാരണ്ടിയുണ്ട്? എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? പണം കണ്ടാൽ അതിനകത്ത് അഭിരമിക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമുക്കറിയാം. ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിച്ചിരുന്ന, കോൺഗ്രസ് അടക്കി വാണിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപ്പ് വെച്ച നിലം പോലെ ഇന്ത്യ രാജ്യത്ത് നാമാവശേഷമായി എങ്കിൽ അത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിടിപ്പുകേടാണ് എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ പുരുഷനേക്കാളേറെ മുൻപന്തിയിൽ നിൽക്കുന്ന സ്ത്രീകൾ അവരുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന ബോധ്യമുള്ളവരായതുകൊണ്ടാണ് നിങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളതും. ഏറ്റവും ആദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്തേക്ക്, ഗോദയിലേക്ക് സജ്ജരാക്കേണ്ടത് സ്ത്രീകളാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ എല്ലാ അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിലും ചേർന്നുകൊണ്ടിരിക്കുന്നത്. കേരള മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് പ്രഭാവതി അധ്യക്ഷയായി. LDWF കമ്മിറ്റി കൺവീനർ KP വസന്ത, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ സിന്ധു, സഫ്ന പാറക്കൽ എന്നിവർ സംസാരിച്ചു. ഇടതു സ്ഥാനാർത്ഥിക്കു വേണ്ടി താഴെ തട്ടു മുതൽ പ്രചാരണം ശക്തമാക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. ചെർപ്പളശ്ശേരി കോട്ടക്കുന്നിൽ വൻ അഗ്നിബാധ. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള 26 ഏക്കറോളം സ്ഥലത്താണ് തീ പടർന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെ നാട്ടുകാരാണ് തീ അണച്ചത്. നമുക്ക് നമ്മുടെ പറയാൻ പറ്റും. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് ചെർപ്പളശ്ശേരി കോട്ടക്കുന്ന് പ്രദേശത്ത് തീ പടർന്നത്. മലബാർ പോളിടെക്നിക് ക്യാമ്പസ് പരിസരത്ത് നിന്ന് കത്തിത്തുടങ്ങിയ തീ കോട്ടക്കുന്നിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. 26 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്താണ് തീ പടർന്നത്. പ്രദേശത്തെ ജനവാസ മേഖലയിലേക്കും കവുങ്ങ്, റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷിസ്ഥലത്തേക്കും തീ പടർന്നത് ഏറെ ആശങ്കയുണ്ടാക്കി. ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വൈകുന്നേരത്തോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വേനലായാൽ പ്രദേശത്ത് തീ പടരുന്നത് നിത്യസംഭവമായി മാറുകയാണെന്നും ഇതിനു പിന്നിൽ സാമൂഹ്യവിരുദ്ധരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നതായും സമീപവാസിയായ മണി കോട്ടച്ചാലിൽ പറഞ്ഞു. ഇനി നമ്മൾ നിൽക്കുന്ന ഈ വലതുഭാഗത്തെ ഏകദേശം ഒരു 500 അല്ലെങ്കിൽ ഒരു അര ഏക്കർ ബാക്കി മാത്രമേ കത്തത്തുള്ളൂ. ബാക്കിയെല്ലാം മലബാർ പോളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോട്ടക്കുന്ന് പ്രദേശത്തിൻ്റെ മലയുടെ മോൾ ഭാഗത്തുകൂടെ ആരേക്കാവിൻ്റെ സൈഡ്, അങ്ങനെ അതൊരു ഉദയൻ ഒരാളെ വീടാണ്, പഴയ തൊടിയാണ്. അതെല്ലാം കത്തിക്കഴിഞ്ഞു. അത് കത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തീ റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ ഈ റബ്ബർ തോട്ടത്തിൽ തീ വരലില്ല. പരമാവധി ആളുകൾ വന്ന് കെടുത്തലാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഇവിടെ ഒരു കോളനി ഉണ്ട്. അതുപോലെ ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്ന ഏരിയയാണ്. അവിടേക്ക് ആ സൈഡിൽ കൂടെ തീ ഇറങ്ങിയപ്പോൾ അതെല്ലാം നാട്ടുകാരുടെയും അവിടുത്തെ നാട്ടുകാരെന്ന് പറയില്ല, ചെറുപ്പക്കാരുടെ ഇടപെടലും അത് മലബാർ പോളിയിലെ കുറച്ച് കുട്ടികളും അവർ വന്നിട്ട് സഹായിക്കൊണ്ടാണ് ആ പുറത്തെ തീ കെട്ടത്. രണ്ടാമത്തെ സെക്ഷനായിട്ടാണ് തീ ഇവിടെ കത്തുന്നത്. ഈ തീ മുകളിൽ നിന്ന് കത്തി വരുകൊണ്ട് കെടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് താഴത്ത് നിന്ന് കത്തുമ്പോൾ ഈ സൈഡ് കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ശമനം വന്നത്. പക്ഷെ അത് വർഷങ്ങളായിട്ട് കത്തിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ മകരച്ചൊവ്വ അല്ലെങ്കിൽ ആരേക്കാവിലെ ഉത്സവം ആ സമയത്താണ് കത്തൽ. ഇപ്രാവശ്യം ഞങ്ങളും പ്രതീക്ഷിച്ചു പ്രാവശ്യം തീ കാട് കത്തില്ല എന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം കാട് കത്തി. ഒരുപാട് നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കാണല്ലേ, ഒരുപാട് തൈകൾ. പിന്നെ അവിടെ ഞങ്ങളൊരു 2000 കവുങ്ങ് തൈ വെച്ചിട്ടുണ്ട്. അവിടേക്ക് തീ കയറിയിട്ടില്ല. അത് തീ കെടുത്താനുള്ളൊരു പരിശ്രമത്തിൽ
എല്ലാവരുടെയും ഒരു ഒത്തൊരുമ ശ്രമത്തിൽ ആ തോട്ടത്തിലേക്കും അതുപോലെ ഇവിടെ വീട്ടിലേക്കും തീ കയറിയിട്ടില്ല. തീ ഇപ്പോൾ ഒരു ശാന്തമായി വെല്ലിന് ചൂടുകൊണ്ട് ഒരിക്കലും തീ ഇവിടെ കത്തില്ല. കാരണം അങ്ങനെ കത്താനുള്ള ഒരു മരങ്ങളോ കൂട്ടി മുളകളോ ഉരച്ചിട്ട് തീ പിടിക്കാനുള്ള ഓരോ വർഷവും ഓരോ പ്രദേശത്ത് കത്തി വല്ല സാധാരണ കഴിഞ്ഞ മുൻകാല വർഷങ്ങളിലൊക്കെ പ്ലാക്കാട് അല്ലെങ്കിൽ ആരക്കാവിൻ്റെ ഇവിടെ നിന്ന് കത്തി വന്നിരുന്നു. ഇപ്രാവശ്യം വന്നത് ഏകദേശം മലബാർ പോളിൻ്റെ ബാക്കിൽ നിന്നാണ് കത്തി വന്നത്. അപ്പോൾ കാരണം ഞങ്ങൾ കത്തുന്നതിൻ്റെ ഉത്ഭവം ഞങ്ങൾ പോയി നോക്കിപ്പോൾ, അതുകൊണ്ടാണ് അത്രയും വൃത്തിയായിട്ട് പറയാനുള്ള കാരണം. ശ്രീകൃഷ്ണപുരത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നതായി BJP മണ്ഡലം കമ്മിറ്റി. മറ്റ് പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ സജീവമെന്നും നേതാക്കൾ ആരോപിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ മഠത്തിൽ രാമൻകുട്ടിയുടെ ഭാര്യ ലീലയ്ക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ 2022-23 കാലഘട്ടത്തിൽ വീട് പാസ്സായിരുന്നു. ഇതിന്റെ ആദ്യ ഗഡു 48,000 രൂപയും ഇവർ കൈപ്പറ്റിയെന്നും എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും പ്രസ്തുത വ്യക്തി ഒരു നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചിട്ടില്ല എന്നത് തികഞ്ഞ തട്ടിപ്പാണെന്നുമാണ് BJP നേതാക്കളുടെ ആരോപണം. കൂടാതെ 56 ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതി വേതനവും ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പരിശോധിക്കാൻ വരുന്നെന്ന് അറിഞ്ഞതുകൊണ്ട് ഒരു അസ്ഥിവാരം കീറുക മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളതെന്നും ഇവർ പറയുന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ അവർക്ക് താൽപ്പര്യമുള്ളവർക്കു വേണ്ടി കാര്യങ്ങൾ മുന്നോട്ടു പോവുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഇതു സംബന്ധിച്ച് ഓംബുഡ്സ്മാന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെറ്റുപറ്റിയതായും തങ്ങൾ അറിയാതെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നും ഉദ്യോഗസ്ഥർ സമ്മതിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിലെ 2 ഉദ്യോഗസ്ഥർക്കും എതിരെ ഓംബുഡ്സ്മാൻ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം നടപടികൾ സമീപ പഞ്ചായത്തായ കടമ്പഴിപ്പുറത്തും നടന്നതായും ഇതു സംബന്ധിച്ചുള്ള വ്യക്തമായ രേഖകൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും വരും ദിവസം പുറത്തു കൊണ്ടുവരുമെന്നും BJP മണ്ഡലം പ്രസിഡന്റ് K. നിഷാദ്, ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ, V. വിശ്വനാഥൻ, KS മജേഷ് എന്നിവർ പറഞ്ഞു. ആ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫസ്റ്റ് ഗഡുവായിട്ടുള്ള 48,000 രൂപ അവർ കൈപ്പറ്റിയിരുന്നു. ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ പണി പൂർത്തിയാക്കണമെന്നാണ് ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് പറയുന്നത്. വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 1 വർഷം സമയമാണ്. പക്ഷെ നാളിതുവരെ അതിൻ്റെ ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു എന്നും അത് പൊളിച്ചു മാറ്റി പുതിയതിന് അസ്ഥിവാരം കീറുക എന്ന് പറഞ്ഞിട്ടുള്ള ആ അസ്ഥിവാരം കീറുന്ന പ്രവർത്തനം തന്നെ നടന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആളുകൾ ഉദ്യോഗസ്ഥരെത്തുന്ന സമയത്താണ് അവിടെ പേരിന് ഒരു അസ്ഥിവാരം കീറിയിട്ടുള്ളത്. 48,000 രൂപ കൈപ്പറ്റി അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 2 തവണയായിട്ട് 28ഉം 28ഉം അങ്ങനെ 56 ദിവസത്തെ തൊഴിൽ വേതനം കൂടി അവർ കൈപ്പറ്റിയിരിക്കുകയാണ്. യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടക്കാതെയാണ് ഈ പണം അവർ കൈപ്പറ്റിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു വിവരാവകാശം കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് എൻ്റെ മുന്നിലുള്ളത്. ഇത് റിപ്പോർട്ട് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള പാലക്കാട് ഓംബുഡ്സ്മാൻ അദ്ദേഹം ഇതിൽ 2-3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൂടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇതിൽ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ വാദം ഇതിൽ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്, അറിയാതെയാണ് ഇതിൽ പലതിലും ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നത്. അതിലവർ ക്ഷമ ചോദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിപ്പോർട്ട് ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കും. ഈ 31-ാം തീയതിക്കുള്ളിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നടപടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടി അവരുടെ തൊഴിൽ ഉറപ്പ് വരുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി പോലും എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ നടന്നിട്ടുള്ള 56 ദിവസത്തെ തൊഴിലുറപ്പ് വേതനം വെട്ടിപ്പ് നടത്തിയിട്ടുള്ള ഈ സംഭവം. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അനധികൃത ഖനനം നടത്തുന്നത് പോലീസ് പരിശോധിക്കുന്നതിനിടെ ഒളിവിൽ പോയ പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. മണ്ണാർക്കാട് കൊടക്കാട് സ്വദേശി ആസിഫിനെയാണ് പിടികൂടിയത്. ആലിപ്പറമ്പ് ചോരാണ്ടിയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അനധികൃത ഖനനം നടത്തിയ സ്ഥലത്ത്
പെരിന്തൽമണ്ണ പോലീസ് എത്തി പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെയാണ് മുഹമ്മദ് ആസിഫ് കടന്നുകളഞ്ഞത്. ഗന്ന ഉപകരണങ്ങളും വാഹനങ്ങളുമായി കടന്നുകളഞ്ഞ പ്രതി 4 മാസത്തിനു ശേഷം പിടിയിലായി. 2023 ഒക്ടോബറിലാണ് സംഭവം ഉണ്ടായത്. ആലിപ്പറമ്പ് പ്രദേശത്ത് അനധികൃതമായി പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ക്വാറി പ്രവർത്തിക്കുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. സംഭവത്തിൽ സ്ഥലത്തുനിന്ന് 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കേസിന്റെ പ്രധാന തെളിവിലേക്ക് ആവശ്യമായ വാഹനങ്ങളും ഉപകരണങ്ങളും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടത്തിക്കൊണ്ടുപോയ പ്രതി മുഹമ്മദ് ആസിഫിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചിരുന്ന മണ്ണാർക്കാട് കൊടക്കാട് സ്വദേശി മുഹമ്മദ് ആസിഫിനെ ചൊവ്വാഴ്ച മണ്ണാർക്കാട് നിന്നും പിടികൂടുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപൻ, ഷിജോസി തങ്കച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അനങ്ങനടിയിലെ വിത്തുൽപാദന കേന്ദ്രത്തിൽ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നവീകരണ പ്രവർത്തന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ജില്ലയിൽ നഷ്ടങ്ങളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന അനങ്ങനടി പത്തംകുളത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലാണ് നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം നടക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ മാതൃകാ ഫാമാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാമിന്റെ നവീകരണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നവീകരണ പ്രവർത്തന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അഡീഷണലായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ആ ഒരു ചിന്തയുടെ പുറത്താണ് ഈ ഫാമിനെ നവീകരിക്കണം എന്നുള്ളത് 1ാം ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചത്. അങ്ങനെ നമ്മൾ KLDCയെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ KLDC ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ സർക്കാരിന്റെ തന്നെ കൃത്യമായ അംഗീകാരമുള്ള ഒരു ഏജൻസി, അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും പരിശോധിക്കേണ്ടതില്ല. ആ അർത്ഥത്തിലാണ് അവരെ നമ്മൾ വിളിച്ച് ഇതിന്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം നിലവിൽ ഉൽപാദനവും ഉൽപാദനക്ഷമതയിലും ഏറ്റവും പിന്നിലാണ് അനങ്ങനടിയിലെ സീഡ് ഫാം. ജില്ലയിലേക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ, വിത്തുകൾ എന്നിവ നൽകാൻ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഹൈടെക് പോളി ഹൗസിന്റെ നിർമ്മാണം, സംയോജിത കൃഷിരീതി നടപ്പിലാക്കി ഫാമിന്റെ വിപുലീകരണം, ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മഡ് ഫുട്ബോൾ കളിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കൽ, സന്ദർശകർക്ക് വിശ്രമിക്കുന്നതിനായി ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കൽ, മീൻ, കോഴി, താറാവ്, പശു തുടങ്ങിയവയും വളർത്തുന്നതിനുള്ള സൗകര്യമൊരുക്കൽ, ടൂറിസ്റ്റുകൾ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് ആധുനിക കൃഷിരീതിയെപ്പറ്റി നേരിട്ട് മനസ്സിലാക്കുന്നതിനും പഠനത്തിനായി പരിശീലിക്കുന്നതിനും സൗകര്യമൊരുക്കൽ, കുടുംബശ്രീ, കർഷക കൂട്ടായ്മ എന്നിവരുമായി സഹകരിച്ച് കാർഷിക വിൽപ്പനയ്ക്കായി അലങ്കാര സസ്യ നഴ്സറി സ്ഥാപിക്കൽ തുടങ്ങിയ വിവിധ നവീകരണ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അധ്യക്ഷനായി. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ C അബ്ദുൽ ഖാദർ, K ശ്രീധരൻ മാസ്റ്റർ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ S അറുമുഖൻ പ്രസാദ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ MN പ്രദീപൻ തുടങ്ങിയവരും സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം ബ്ലോക്കിന്റെ 32ാം വാർഷിക സമ്മേളനം കോതകുറിശ്ശിയിൽ നടന്നു. P മമ്മിക്കുട്ടി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാവിലെ ബ്ലോക്ക് പ്രസിഡന്റ് K സുന്ദരേശൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് അനങ്ങനടി ഹൈസ്കൂൾ മൈതാനത്ത് നിന്നും ആരംഭിച്ച പ്രകടനം സമ്മേളനം നടക്കുന്ന കോതകുറിശ്ശി KM ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. P മമ്മിക്കുട്ടി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഈ സംഘടന. 92 ആരംഭിച്ച ഈ സംഘടന ഇതേപര്യന്തമുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ സംസ്ഥാനത്താകെയുള്ള സർവീസ് പെൻഷൻകാരുടെ അംഗസംഖ്യയും ഈ സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ളവരുടെ അംഗസംഖ്യയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് K സുന്ദരേശൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ C അബ്ദുൽ ഖാദർ, അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, സംഘടനാ ബ്ലോക്ക് സെക്രട്ടറി MM നാരായണൻ നമ്പൂതിരി, സംസ്ഥാന കമ്മിറ്റി അംഗം NP കോമളം, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച NREG വർക്കേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K ശ്രീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വേതനം 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്ന് കേരളത്തിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. മാർച്ചിന്റെ ഭാഗമായി NRG വർക്കേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം പോസ്റ്റ് ഓഫീസിൽ സംഘടിപ്പിച്ചിട്ടുള്ള തൊഴിലാളികളുടെ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ചിൽ പങ്കെടുക്കുന്നതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ലേബർ ബജറ്റിനനുസരിച്ച് ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിതം വകയിരുത്താത്ത കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും വേതനം 600 രൂപയാക്കി ഉയർത്തുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമാണ് NRG വർക്കേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന കമ്മിറ്റി അംഗം K. ശ്രീധരൻ പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ പോലും നൽകാൻ കഴിയാത്ത രൂപത്തിൽ കേന്ദ്ര BJP ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതി ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കേന്ദ്ര ബഡ്ജറ്റ് വിഹിതത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ട് കേന്ദ്ര BJP ഗവൺമെന്റും ധനകാര്യമന്ത്രിയും തുടരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MC വാസുദേവൻ, B. രാജേഷ്, യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK ദ്വാരകാനാഥൻ, K. ജയകുമാർ, M. വിലാസിനി, C. ജയശ്രീ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർമാർക്കുള്ള അവാർഡ് നേടി പട്ടാമ്പി ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ A. മുരളീധരൻ. ഏറ്റവും കൂടുതൽ പട്ടയ കേസുകൾ തീർപ്പാക്കിയ മികച്ച പ്രവർത്തനത്തിനാണ് ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ മുരളീധരൻ പ്രഥമ അവാർഡിന് അർഹനായത്. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഭൂപരിഷ്കരണ പ്രത്യേക തഹസിൽദാരുടെ കാര്യാലയത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാരായ A. മുരളീധരനാണ് സംസ്ഥാനത്തെ മികച്ച ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു വർഷത്തിനിടയിൽ ഏറ്റവും അധികം പട്ടയ കേസുകൾ തീർപ്പാക്കിയതാണ് ഒറ്റപ്പാലം പാലപ്പുറം വിശാഖം വീട്ടിൽ A. മുരളീധരനെ അവാർഡിന് അർഹനാക്കിയത്. 2023 മാർച്ച് 12-നാണ് മുരളീധരൻ പട്ടാമ്പി, ആലത്തൂർ താലൂക്കുകളുടെ ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാറായി ചാർജെടുത്ത്. 2 താലൂക്കുകളിലെ 48 വില്ലേജുകളിൽ നിന്നായി ആ സമയം 9657 പട്ടയ കേസുകളാണ് ഉണ്ടായിരുന്നത്. ഒരു വർഷം കൊണ്ട് അതിൽ 7253 കേസുകളും തീർപ്പാക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാരായ ജയശ്രീ വാര്യരും അവാർഡിന് അർഹയായി. ഫെബ്രുവരി 24 റവന്യൂ ദിനത്തിൽ കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണ് മുരളീധരൻ അവാർഡ് ഏറ്റുവാങ്ങിയത്. അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുരളീധരൻ പറഞ്ഞു. 12/3/2023 ഞാൻ ഈ കാര്യാലയത്തിൽ ചാർജ് എടുക്കുന്ന സമയത്ത് 9654 എണ്ണം ഫയലുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഈ ഒരു വർഷത്തെ കാലയളവ് കൊണ്ട് തന്നെ നമ്മൾക്ക് 7253 ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുവാനും ഉദ്ദേശം 6000-ലധികം കൈവശ കുടിയാന്മാർക്ക് പട്ടയം വിതരണം നൽകുവാനും സാധിച്ചു. ബഹുമാനപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കിയ പട്ടയ മിഷൻ, പട്ടയ അസംബ്ലി, നവകേരള സദസ്സ് എന്നിങ്ങനെയുള്ള 3 വ്യത്യസ്തവും നൂതനവുമായിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ ഈ 2 താലൂക്കുകളിലെ പരമാവധി കൈവശ കുടിയാന്മാർക്കും പട്ടയം നൽകുവാൻ സാധിച്ചു എന്നുള്ളത് ഈ കാര്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എടുത്തു പറയത്തക്ക ഒരു സംഗതിയാണ്. അതിൽ എന്നോട് കൂടെ തോളോട് തോൾ ചേർന്ന എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഉദ്ദേശം 3 ലക്ഷത്തിലധികം ഫയലുകൾ നമ്മുടെ റെക്കോർഡിലുണ്ട്. ഈ ഫയലുകളുടെ എല്ലാം കോപ്പിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി നിരന്തരം 100-ലധികം പൊതുജനങ്ങൾ ഒരു ദിവസം ഈ കാര്യാലയത്തിൽ വരുന്നുണ്ട്. ഇവരുടെ എല്ലാം പരാതി മറ്റ് യാതൊരു ക്ലേശങ്ങൾക്കും ഇടവരുത്താതെ സമയബന്ധിതമായി തീർപ്പാക്കുവാൻ ഈ ഓഫീസ് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. തുടർന്നും ഈ കാര്യാലയത്തിന് ഇപ്രകാരം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ 2404 ഫയലുകളും 6 മാസത്തിനകം തീർപ്പ് കൽപ്പിച്ച് അർഹരായ എല്ലാ കൈവശ കുടിയാന്മാർക്കും പട്ടയം നൽകാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച പ്രവർത്തനം തന്നെയാണ് മുരളീധരനും സഹപ്രവർത്തകരായ 10 പേരും കാഴ്ചവെക്കുന്നത്. 5-6 വർഷം കാത്തിരിക്കേണ്ട പല പട്ടയ കേസുകളും അപേക്ഷ സമർപ്പിച്ച് 10 ദിവസത്തിനുള്ളിൽ തന്നെ വിചാരണയ്ക്ക് വിളിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പഴയ ബാങ്ക് ലോണിനും മറ്റുമായി പഴയ പട്ടയത്തിൻ്റെ കോപ്പിക്കായി 20-ലധികം അപേക്ഷകളാണ് പ്രതിദിനം എത്തുന്നത്. ഇവയ്ക്കെല്ലാം കൃത്യമായ മറുപടി വൈകാതെ നൽകുന്ന ഓഫീസിൻ്റെ പ്രവർത്തനവും അവാർഡിന് അർഹനാക്കിയതിൽ വലിയ പങ്കുണ്ട്.
വല്ലപ്പുഴയിൽ പാലിയേറ്റീവ് കുടുംബസംഗമം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ചൂരക്കോടുള്ള KSM കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികളും അതുപോലെ തന്നെ പല പദ്ധതികളിലേക്ക് എടുത്തുപോകാം. കഴിഞ്ഞ വർഷം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദേശം 20 ലക്ഷം രൂപയോ 18 ലക്ഷം രൂപയോളം നമുക്ക് ഏകദേശം നമ്മൾ പാലിയേറ്റീവ് മേഖലയിൽ മാത്രം ചെലവഴിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളതാണ്. ഓരോ തവണയും ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നതിനെ നമുക്ക് ഈ പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മനോജ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ K നസീമ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NP സത്യഭാമ, വാർഡ് മെമ്പർമാരായ ഹരിഗോവിന്ദൻ, അബ്ദുൾ റഷീദ്, ബിന്ദു സന്തോഷ്, രാധ, ഉമ്മു ഹബീബ, സിദ്ദിഖ്, കനിവെ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് സലാം മാസ്റ്റർ, ICDS സൂപ്പർവൈസർ ഉഷ, കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ, പാലിയേറ്റീവ് നഴ്സ് ഗീത എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ആശാപ്രവർത്തകർ സ്നേഹോപഹാരം നൽകി. കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അസോസിയേഷൻ സ്നേഹവിരുന്നൊരുക്കി. ആശാപ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ, പാലിയേറ്റീവ് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ അവതരിപ്പിച്ച കലാപരിപാടികൾ, വളുവനാട് ബീറ്റ് ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവയും ഉണ്ടായി. KSTA ഷൊർണൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം വ്യാഴാഴ്ച വൈകിട്ട് 4:30 കള്ളാടിപ്പറ്റ താമാനിക്കരയിൽ നടക്കും. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദറുന്നീസ വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കള്ളാടിപ്പറ്റ താമാനിക്കരയിൽ മൂലൂർക്കര ALP സ്കൂൾ വിദ്യാർത്ഥിനിക്കാണ് വീട് പണി കഴിപ്പിച്ചത്. എല്ലാ സബ് ജില്ലയിലും ഒരു വീടെങ്കിലും നൽകുക എന്നതാണ് ലക്ഷ്യം. ഇതുപ്രകാരം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം 7 നടപ്പിലാക്കിയെന്നും ഈ വർഷം 2ാമത്തെ വീടാണ് താക്കോൽ കൈമാറ്റം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വീടിന്റെ താക്കോൽ കൈമാറ്റം KSTA ജനറൽ സെക്രട്ടറി K ബദറുന്നീസ നിർവഹിക്കും. ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, CPIM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, KSTA സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിൽ ഒരു കുട്ടിക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ഒരാശയം നടപ്പിലാക്കിയത്. അതിനുശേഷം ഉണ്ടായ സമ്മേളനത്തിൽ എല്ലാ ഉപജില്ലകളിലും നിർധനരായ ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം ഏറ്റെടുക്കുകയായിരുന്നു. 3 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ ഉപജില്ലകളിലും ഒരു കുട്ടിക്ക് ഒരു വീട് എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ല ഈ വീട് ഏറ്റെടുത്തത് കഴിഞ്ഞ വർഷത്തിലാണ്. കഴിഞ്ഞ വർഷം 7 വീടുകളുടെ പൂർത്തീകരണം കഴിഞ്ഞു. ബാക്കി 6 ഉപജില്ലകളാണുള്ളത്. അത് 5 ഈ വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ AM നാരായണൻ, കൺവീനർ M ഗീത, സെക്രട്ടറി E ശിവദാസൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത ഉദ്ഘാടനം ചെയ്തു. 2 ഗഡു പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായി നൽകുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. പെൻഷൻകാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത പറഞ്ഞു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് PKC നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്, ബ്ലോക്ക് അംഗം M രാമകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് K രേണുകാദേവി, K മണികണ്ഠൻ, A ബാലകൃഷ്ണൻ, K മോഹൻദാസ്, C സത്യഭാമ, TS രവീന്ദ്രൻ, മോഹൻദാസ്, KM ശിവദാസ്, PA ഹസ്നത്ത്, M ചന്ദ്രദാസൻ എന്നിവർ പ്രസംഗിച്ചു. സാംസ്കാരിക സമ്മേളനം വെളിനേഴി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ MJ ശ്രീചിത്രനെ അനുമോദിച്ചു. തുടർന്ന് പെൻഷൻകാരായ വനിതകൾ ഒപ്പന അടക്കമുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചു.
എടത്തനാട്ടുകര യൂണിറ്റ് കെട്ടിടം നിർമ്മിക്കാൻ 3.5 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ എ രാജഗോപാലൻ, കുലിക്കിരിയാട് നവചേതന പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് 20 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ എം സുലോചന എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേരള NGO യൂണിയൻ സംഘടിപ്പിച്ച കലാജാഥയ്ക്ക് മണ്ണാർക്കാട് ടൗണിൽ സ്വീകരണം നൽകി. വർത്തമാന ഇന്ത്യൻ സാഹചര്യങ്ങളെ തീക്ഷ്ണമായി അവതരിപ്പിക്കുന്ന ലഘുനാടകങ്ങൾ, സംഗീത ശില്പങ്ങൾ എന്നിവ അവതരിപ്പിച്ചു. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന ശീർഷകത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കലാജാഥ എത്തും. മണർക്കാട് പോലീസ് സ്റ്റേഷന് സമീപം ഒരുക്കിയ സ്റ്റേജിൽ ലഘുനാടകങ്ങൾ, സംഗീത ശില്പങ്ങളും അവതരിപ്പിച്ചു. കലാപരിപാടി വീക്ഷിക്കുവാൻ നിരവധി പേരാണ് എത്തിയത്. മണർക്കാട് നൽകിയ സ്വീകരണത്തിൽ കെ അജീഷ് അധ്യക്ഷത വഹിച്ചു. സി മുഹമ്മദ് റഷീദ്, ജാഥ മാനേജർ മഹേഷ്, ക്യാപ്റ്റൻ വിനോദ് കൈലാസ്, TP സന്ദീപ്, ഏരിയ സെക്രട്ടറി സി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ലിറ്റിൽ കൈറ്റ്സ് പാലക്കാട് ജില്ലാ സഹവാസ ക്യാമ്പ് അവസാനിച്ചു. കുട്ടികളുടെ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി മണ്ണാർക്കാട് കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ജിതുന ക്യാമ്പാണ് സമാപിച്ചത്. ആനിമേഷൻ, പ്രോഗ്രാമിംഗ് എന്നീ വിഭാഗങ്ങളിലുമായി പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 91 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. വിജയികൾക്ക് മെയ് അവസാന വാരം സംസ്ഥാനതല ക്യാമ്പിൽ പങ്കെടുക്കാം. ജില്ലയിൽ 136 ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിലായി 4786 അംഗങ്ങളാണുള്ളത്. സംസ്ഥാനത്ത് ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ വഴി 4 ലക്ഷം രക്ഷിതാക്കൾക്ക് ഡിജിറ്റൽ സാക്ഷരത നൽകിയത് വൻ സ്വീകാര്യത പിടിച്ചുപറ്റിയ സാഹചര്യത്തിൽ ഇതേ മാതൃകയിൽ ഉത്തരവാദിത്വപൂർവമായ നിർമ്മിത ബുദ്ധി ഉപയോഗത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കുൾപ്പെടെ പരിശീലനങ്ങൾ നൽകുമെന്ന് ലിറ്റിൽ കൈറ്റ്സ് CEO കെ അൻവർ സാദത്ത് ഓൺലൈൻ പ്രഭാഷണത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് DO ജയരാജൻ നാമത്ത്, ഡയറ്റ് പ്രതിനിധി രാധ, മണ്ണാർക്കാട് BPC മുഹമ്മദ് അലി മാസ്റ്റർ, പഞ്ചായത്ത് അംഗം ഇന്ദിര മടത്തുപള്ളി എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് ജില്ലാ കൈറ്റ്സ് കോർഡിനേറ്റർ അജിത വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മാസ്റ്റർ ട്രെയിനർമാരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. PKS ഒറ്റപ്പാലം മണ്ഡലം കൺവെൻഷൻ ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം K ചന്ദ്രൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ, ഏരിയ കമ്മിറ്റി അംഗം B രാജേഷ്, PKS ഏരിയ സെക്രട്ടറി MK പ്രദീപ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ A അയ്യപ്പൻ, സുധാ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിന് മണ്ഡലം കമ്മിറ്റിയും രൂപീകരിച്ചു. ഫസ്റ്റ് ക്ലാസ്സിൽ 2400 രൂപയാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്താൻ 2400 ആണ്. സാധാരണ 1400 രൂപയാണ്. 1400 ആണ്. 1400 രൂപ എടുത്തിട്ട് ആരെങ്കിലും തീവണ്ടിയിൽ തിരുവനന്തപുരത്ത് പോകാം. നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? ആ വണ്ടി വന്നപ്പോൾ സ്ത്രീകളുടെ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് മുമ്പിൽ ചിത്രം വെച്ച് ഇതിൻ്റെയാണ് നമ്മളാണ് എന്ന് പറഞ്ഞു. കടമ്പളിപ്പുറം ആലങ്ങാട് ചെറുകുന്നത്തുകാവ് പൂരം വർണ്ണാഭമായി. ഗജവീരന്മാരുടെ അകമ്പടിയിൽ 7 ദേശങ്ങളിൽ നിന്നായി എത്തിയ ദേശപൂരങ്ങൾ ആവേശം പകർന്നു. പ്രഗത്ഭ വാദ്യ കലാകാരന്മാർ അണിനിരന്ന പഞ്ചവാദ്യവും മേളവും നാടൻ കലാരൂപങ്ങളും പൂരപ്രേമികൾക്ക് വിരുന്നൊരുക്കി. വിശേഷാൽ പൂജകൾ, താലപ്പൊലി കൊട്ടിയറിയിക്കൽ, ധാരികവധം പാട്ട്, കുമ്മാട്ടി, തട്ടിന്മേൽ കൂത്ത് എന്നിവയും ഉണ്ടായി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് ഇ.ടി. മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ MP അബ്ദുസ്സമദ് സമദാനിയും മത്സരിക്കും. 2 സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം ഇത്തവണ കൂട്ടുമെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA. പ്രചാരണം തുടങ്ങി മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V. വസീഫ് EMSന്റെ ജന്മഗൃഹമായ ഏലംകുളം മനയിലും കട്ടുപ്പാറ സൈദാലി മന്ദിരവും സന്ദർശിച്ചു. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് വസീഫ്. പാലക്കാട് പിടിക്കാൻ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവനും എത്തി. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇത്തവണ LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് A. വിജയരാഘവൻ. പാലക്കാട്ടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് വേദികളിൽ ചർച്ചയാക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് വനിതാ വോട്ടർമാരാകുമെന്ന മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ. കോൺഗ്രസും BJPയും ഒരേ നാണയത്തിന്റെ വശങ്ങളെന്നും KS സലീഖ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ക്രമക്കേടും തട്ടിപ്പും ആരോപിച്ച് BJP രംഗത്ത്. പദ്ധതി നടപ്പാക്കുന്നത് പാർട്ടി താൽപര്യം നോക്കി. സമീപ പഞ്ചായത്തായ കടമ്പഴിപ്പുറത്തും സമാന പ്രശ്നമുണ്ടെന്നും BJP നേതാക്കൾ. ചെർപ്പളശ്ശേരി കോട്ടക്കുന്നിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് കുന്നിൻ പ്രദേശം അഗ്നിക്കിരയായി. തീയണച്ചത് നാട്ടുകാരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.